നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. കേബിൾ ടിവി പ്രസ്ഥാനത്തെ തകർക്കാനാണ് കെഎസ്ഇബി ശ്രമിക്കുന്നതെന്ന് സിഒഎ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ്. വിഷ്ണുവിന്റെ ആത്മഹത്യ, ബാങ്കിനെതിരെ പ്രതിഷേധവുമായി സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനവും. എടമുട്ടം പാലപ്പെട്ടിയിൽ ലഹരി വിരുദ്ധ സന്ദേശവുമായി ഷമീറും മിഥുനും ബൈക്ക് യാത്ര ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. കേരളത്തിലെ കേബിൾ ടിവി പ്രസ്ഥാനത്തെ തകർക്കാനാണ് കോർപ്പറേറ്റുകളോട് കൂറുള്ള ചില കെഎസ്ഇബി ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതെന്ന് സിഒഎ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ചാലക്കുടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉദ്യോഗസ്ഥർ പറയലുണ്ടായി, ഒന്നിൽ കൂടുതൽ ഫൈബറുകൾ വലിച്ചിട്ടുണ്ട്, അല്ലെ കേബിളുകൾ വലിച്ചിട്ടുണ്ട്, ഓരോ കേബിളിനും നിരക്ക് തരണം. അപ്പോഴാണ് നമ്മൾ വീണ്ടും പോരാട്ടങ്ങൾ ആരംഭിച്ചത്. ആ പോരാട്ടങ്ങൾ ആരംഭിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ തിരുവനന്തപുരത്തെ സമരം കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് ഒരു ഉത്തരവിറക്കി, ബോർഡ് ഒരു ഉത്തരവിറക്കി, കൃത്യമായി പറഞ്ഞു നിലവിലുള്ളത് തുടരട്ടെ, ബാക്കിയൊക്കെ ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലാണ്. പക്ഷെ ഇതൊന്നും കേൾക്കാൻ കേരളത്തിലെ ചില ഉദ്യോഗസ്ഥർ തയ്യാറില്ല. ചില ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇതൊന്നുമല്ല നിയമം. ഈ ഇറക്കിയ ഉത്തരവുകളൊക്കെ നമ്മളെ മുന്നിലുണ്ടാകുമ്പോഴും അവർ പറയുന്നു ഇതൊന്നുമല്ല, നിങ്ങൾ ഓരോ കേബിളിനും പണം തരണം. ചില ആളുകൾ നിങ്ങൾ ടെലികോം കമ്പനികൾ തരുന്ന നിരക്ക് തരണം. അതിൻ്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ട്. കേരളത്തിലെ കേബിൾ ടി വി വ്യവസായം നമ്മൾ ഇങ്ങനെ പാകപ്പെടുത്തിയെടുത്തപ്പോൾ വെറുതെ പാകപ്പെടുത്തിയെടുത്തതല്ല. കഴിഞ്ഞ 30 കൊല്ലത്തെ അശ്രാന്ത പരിശ്രമങ്ങളിലൂടെ ഉണ്ടാക്കിയെടുത്തതാണ് ഇന്ന് കേരളത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ കേബിൾ നെറ്റ്വർക്ക് ശൃംഖല. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പറഞ്ഞത് പോസ്റ്റ് ഏകീകരിക്കണം. കെഎസ്ഇബി പോസ്റ്റുകൾ ഏകീകരിക്കണമെന്നും കൃത്യമായ ഉത്തരവുകൾ ഉണ്ടായിട്ടും സർക്കാരിന്റെ പരിഗണന ഉണ്ടായിട്ടും ചില ഉദ്യോഗസ്ഥർ അനാസ്ഥ പുലർത്തുകയാണെന്നും അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു. കുത്തകകൾക്കെതിരെ കേബിൾ ഓപ്പറേറ്റർമാർ പോരാടണമെന്നും അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു. സിഒഎ ജില്ലാ പ്രസിഡന്റ് ടി.ഡി. സുഭാഷ് അധ്യക്ഷത വഹിച്ചു. സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ.വി. രാജൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ. ഗോവിന്ദൻ, പി. സുരേഷ് കുമാർ, സംസ്ഥാന സെക്രട്ടറി പി. സുരേഷ്, KCCL ഡയറക്ടർ വി.പി. ബിജു, തൃശൂർ കേരള വിഷൻ ചെയർമാൻ പി.എം. നാസർ, സിഒഎ ജില്ലാ സെക്രട്ടറി പി. ആന്റണി, ജില്ലാ ട്രഷറർ സി.ജി. ജോസ്, ജില്ലാ ഭാരവാഹികളായ സന്തോഷ് ജോസ്, ആർ. മോഹനകൃഷ്ണൻ, എൻ. ടോണി, ബൈജു ചിരിയങ്കണ്ടത്ത്, കെ.ടി. ജേക്കബ്, ജോർജ് ലിയോ, അമ്പലപ്പാട്ട് മണികണ്ഠൻ, ആർ.എച്ച്. ഹാരിസ് തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി സിഒഎ ജില്ലാ പ്രസിഡന്റ് ടി.ഡി. സുഭാഷ് പതാക ഉയർത്തി. നാളെ വൈകിട്ട് ചാലക്കുടിയിൽ പൊതുസമ്മേളനം നടക്കും. മന്ത്രി കെ. രാധാകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വിഷ്ണുവിൻ്റേത് ആത്മഹത്യയല്ല, ബാങ്ക് നടത്തിയ കൊലപാതകമാണെന്ന് സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനം. കാഞ്ഞാണിയിൽ സർഫാസി ജപ്തി നടപടിയുടെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ചെമ്പൻ വിഷ്ണുവിനേന്റെ വിഷയത്തിൽ പ്രതിഷേധിച്ച സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനം തൃശൂർ സമിതി സൗത്ത് ഇന്ത്യൻ ബാങ്കിന് മുൻപിൽ ധർണയും പ്രതിഷേധ യോഗവും നടത്തി. മനുഷ്യാവകാശ പ്രവർത്തകൻ ടി.കെ. വാസു ധർണ ഉദ്ഘാടനം ചെയ്തു. കിടപ്പാടം ജപ്തി ചെയ്യാതിരിക്കാൻ നിയമനിർമ്മാണം നടത്തണമെന്നും ജനവിരുദ്ധ സർഫാസി നിയമം റദ്ദാക്കണമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും സർഫാസി നിയമം റദ്ദാക്കുമെന്ന് പ്രകടന പത്രികയിലൂടെ ഉറപ്പ് നൽകിയില്ലെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. യോഗത്തിൽ ജനറൽ കൺവീനർ പ്രവിത ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വി.സി. ജെന്നി, പി.എ. കുട്ടപ്പൻ, പി.ജെ. മാനുവൽ, ഭിന്നി കൊടിയാട്ടിൽ എന്നിവർ സംസാരിച്ചു. സർഫാസി നിയമം വിഷ്ണുവിൻ്റെ കുടുംബത്തിനെതിരെ അന്യായമായാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 8 ലക്ഷം രൂപ വായ്പയിലേക്ക് 8.25 ലക്ഷം രൂപ തിരിച്ചടച്ച പ്രളയവും കോവിഡും ബാധിച്ച് കഷ്ടത്തിലായ കുടുംബത്തിന് സാവകാശവും ഇളവും നൽകാതെ താക്കോൽ നൽകി ഇറങ്ങണമെന്ന് ശഠിച്ചതാണ് ആത്മഹത്യയ്ക്ക് വഴിവെച്ചത്. വായ്പ ടേക്ക് ഓവർ ചെയ്യാൻ മറ്റൊരു ബാങ്ക് തയ്യാറായിട്ടും അത് അനുവദിക്കാതിരുന്ന റിക്കവറി ഓഫീസർ അക്ഷയ് വർമ്മയാണ് വിഷ്ണുവിൻ്റെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത്. വിഷ്ണുവിൻ്റെ കുടുംബത്തിൻ്റെ കടബാധ്യത എഴുതിത്തള്ളി അവരുടെ പ്രമാണം തിരികെ നൽകണമെന്നും ആത്മഹത്യകാരണക്കാരനായ അക്ഷയ് വർമ്മയ്ക്ക് എതിരെ പട്ടികജാതി നിയമപ്രകാരം കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും സമിതി നേതൃത്വം ആവശ്യപ്പെട്ടു. ആലപ്പാട് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മണപ്പുറം ഫൗണ്ടേഷൻ മൾട്ടിപാര മോണിറ്റർ, സ്ട്രീക്ക് റെറ്റിനോസ്കോപ്പ് എന്നിവ നൽകി.
ആലപ്പാട് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തുന്ന രോഗികൾക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും ഉടനെ തന്നെ ബന്ധപ്പെട്ട ആശുപത്രികളിലേക്ക് എത്തിക്കാനും ഇനി മുതൽ സാധിക്കും. കൂടാതെ കുട്ടികളിലേതടക്കമുള്ള കാഴ്ച പരിശോധനയ്ക്കുള്ള ആധുനിക സൗകര്യവും ഇനി മുതൽ ലഭ്യമാകും. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ അധ്യക്ഷത വഹിച്ചു. മണപ്പുറം ഫൗണ്ടേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോർജ് D. ദാസ് ഉപകരണങ്ങൾ കൈമാറി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. രാമചന്ദ്രൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി തിലകൻ, ബ്ലോക്ക് മെമ്പർമാരായ മായ TB, CK കൃഷ്ണകുമാർ, അബ്ദുൾ ജലീൽ, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൺമുഖൻ, മണപ്പുറം ഫൗണ്ടേഷൻ CSR ഹെഡ് ശില്പ സെബാസ്റ്റ്യൻ, ഡോക്ടർ മിനി PM എന്നിവർ സംസാരിച്ചു. ലോകത്തെ തന്നെ അമ്പരപ്പിച്ച ഒരു ആരോഗ്യ നിലവാരത്തിലേക്ക് എത്തിച്ചേർന്നത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്നിവയോടൊപ്പം നമ്മുടെ നാട്ടിലെ സന്നദ്ധ പ്രവർത്തനത്തിന് താല്പര്യമുള്ള ഇത്തരം മണപ്പുറം ഫൗണ്ടേഷൻ അടക്കമുള്ള നിരവധിയായ പ്രസ്ഥാനങ്ങളുടെ കൂട്ടായ്മയോടുകൂടി തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾ ഏറെ മുമ്പോട്ട് പോകുന്നത്. തൃശൂർ ജില്ലാ പഞ്ചായത്തും അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഡ്സ് സ്കൂളിൽ 36 ലക്ഷം രൂപ ചെലവഴിച്ച് നടപ്പിലാക്കിയ ഫിസിയോതെറാപ്പി സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടികൾ സാധാരണ ഭിന്നശേഷിക്കപ്പുറത്ത് നമ്മുടെ സാധാരണ നിലവാരത്തിലുള്ള കുട്ടികൾ അവരെ മാതാപിതാക്കൾക്ക് വളർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ നടത്തുന്ന ബുദ്ധിമുട്ടുകൾ ഒരു രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് നമുക്ക് ഏവർക്കും ബോധ്യമായ ഒന്നാണ്. അവിടെയാണ് പരിമിതികളുള്ള നമ്മുടെ ഭിന്നശേഷിക്കാരായ മക്കളുടെ ഒരു സംരക്ഷണം ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ പോലും അവരുടെ മാതാപിതാക്കൾ നടത്തിക്കൊണ്ടുപോകുന്നത്. ആ മാതാപിതാക്കൾക്ക് ആശ്വാസകരമായ നിലപാടുകളാണ് നമ്മുടെ സമൂഹത്തിലെ അവരെ സംരക്ഷിക്കുന്ന, അവരെ ചേർത്ത് പിടിക്കുന്ന, അവരെ കൂടുതൽ ജീവിത കാര്യങ്ങളിലേക്ക് പ്രാപ്തമാക്കാനുള്ള മുൻകൈ എടുക്കുന്ന നമ്മുടെ ബഡ്സ് സ്കൂളുകൾ എന്ന് പറയുന്നത്. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പ്രയങ്ങാട്ടിൽ വിശിഷ്ടാതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ്, ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. രാമചന്ദ്രൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി തിലകൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ CK കൃഷ്ണകുമാർ, CR രമേശ്, നജീബ് PS, അബ്ദുൾ ജലീൽ, മായ TB, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഗിരിജൻ പൈനാട്ട്, ബ്ലോക്ക് സെക്രട്ടറി P. സുഷമ എന്നിവർ സംസാരിച്ചു. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിൽ ലഹരി വിമുക്ത തീരം ക്യാമ്പയിനിംഗ് മണലൂർ മണ്ഡലതല ഉദ്ഘാടനം സംഘടിപ്പിച്ചു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ പ്രോത്സാഹന അവാർഡും വിവാഹ ധനസഹായ വിതരണവും നടത്തി. തൃത്തല്ലൂർ കമല നെഹ്റു സ്കൂളിൽ നടന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദ് വിദ്യാഭ്യാസ പ്രോത്സാഹന അവാർഡും വിവാഹ ധനസഹായ വിതരണവും നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നിസാർ ആമുഖ പ്രസംഗം നടത്തി. എറണാകുളം മേഖല റീജിയൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S. ജയശ്രീ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രന്യ ഭിനേഷ്, ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാൻ സബിത്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ ചെമാലു, സുഗന്ധകുമാരി, ഡെപ്യൂട്ടി ഡയറക്ടർ ഫിഷറീസ് വകുപ്പ്, ജില്ലാ മത്സ്യഫെഡ് മാനേജർ ഗീത, സംസ്ഥാന തൊഴിലാളി ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് IK വിഷ്ണുദാസ്, അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് CV സുരേന്ദ്രൻ മരക്കൽ, മത്സ്യത്തൊഴിലാളി സംഘ് ജില്ലാ സെക്രട്ടറി BMS ശ്രീനിവാസൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി കുട്ടൻ പറമ്പത്ത്, വടനപ്പള്ളി തളിക്കുളം മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം പ്രസിഡന്റ് ഹരിഹരൻ, വെങ്കിടങ്ങ് പഞ്ചായത്ത് ഉൾനാടൻ മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം ആനന്ദ് UA, ജില്ലാ സെക്രട്ടറി SG യൂണിയൻ നസീർ, ഫിഷറീസ് ഓഫീസർ സുജിത് VV എന്നിവർ സംസാരിച്ചു. മണപ്പുറം സ്വിമ്മിംഗ് അക്കാദമിയിൽ മണപ്പുറം ഓൾ കേരള ഓപ്പൺ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നു. ചാമ്പ്യൻഷിപ്പിൽ 180 കുട്ടികൾ പങ്കെടുത്തു. KRC കാക്കയൂർ പാലക്കാട് 214 പോയിന്റുമായി ഓവറോൾ ചാമ്പ്യന്മാരായി. 2ാം സ്ഥാനത്തേക്ക് ഡോൺ ബോസ്കോ വടുതല, 3ാം സ്ഥാനത്തേക്ക് അക്വാ ലൈഫ് തൃശൂർ ചാമ്പ്യന്മാരായി.
വിജയികൾക്ക് ക്യാഷ് പ്രൈസ് 8,000 രൂപ, 5,000 രൂപ, 2,500 എന്നിങ്ങനെ 1, 2, 3 സ്ഥാനക്കാർക്ക് യഥാക്രമം നൽകി. വലപ്പാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മണപ്പുറം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോർജ് D. ദാസ് മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സാംബശിവൻ മുഖ്യാതിഥിയായ ചടങ്ങ് മാഫിഡ് ഡയറക്ടർ റഫീഖ് റോഷ് മിസ്റ്റർ ഇന്ത്യ ആമുഖ പ്രസംഗം നടത്തി. പ്രൊഫസർ സരസ്വതി വാലത്ത്, നാഷണൽ റഫറി ജോസ്, വിപിൻ ദാസ് എന്നിവർ സംസാരിച്ചു. വൈകുന്നേരം നടന്ന സമാപന ചടങ്ങിൽ വിജയികൾക്ക് ക്യാഷ് പ്രൈസും മെഡലും സമ്മാനിച്ചു. തീർച്ചയായിട്ടും നിങ്ങളെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലൊക്കെ പ്രായമുള്ളവർ ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്ന ഒന്നാണ് വെള്ളത്തിൽ ഇറങ്ങി തിരിച്ചു വരാൻ കഴിയാതെ ഒരുപാട് പേരുടെ ജീവനും നഷ്ടപ്പെട്ട കഥ നമ്മുടെ ചാനലുകളിലും പത്രങ്ങളിലുമൊക്കെ നമ്മൾ ദിനംതരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ടൂർ പോകുന്നു, ബന്ധുമിത്രാദികളുടെ വീടുകളിൽ പോകുന്നു, കൂട്ടുകാരുമൊത്ത് കടൽ കാണാൻ പോകുന്നു, അല്ലെങ്കിൽ പുഴയോരത്ത് പോകുന്നു, കുളങ്ങളിൽ കുളിക്കാൻ പോകുന്നു, അമ്പലക്കുളത്തിലും പള്ളിക്കുളത്തിലുമായി ഒക്കെ നിരവധി പേർ മരണപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോഴാണ് വലിയ ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് ശരീരത്തിൽ ഞങ്ങളൊക്കെ തന്നെ ബോഡി ബിൽഡർമാരായിരുന്നു, വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന ആളുകളാണ്, ചെയ്തിരുന്നവരാണ്. റഫീഖ് മിസ്റ്റർ ഇന്ത്യയാണ്. 4 പതിറ്റാണ്ടായി വലപ്പാട് ഉപജില്ലാ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായി തുടരുന്ന തളിക്കുളം SNV UP സ്കൂളിനും മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കും ആദരവുമായി പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ തസ്കിയത്ത്. സ്കൂളിലെ 70ഓളം കുട്ടികളെയാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായി തസ്കിയത്ത് ആദരിച്ചത്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ആദര ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിരമിക്കുന്ന പ്രധാന അധ്യാപിക NV മിനിക്ക് ഉപഹാരം സമർപ്പിച്ചു. തസ്കിയത്ത് കൂട്ടായ്മ പ്രസിഡന്റ് ഷമീർ നാലകത്ത് അധ്യക്ഷനായി. സ്കൂൾ മാനേജർ NV സുഗതകുമാർ, വാർഡ് മെമ്പർ MK ബാബു, മുഹമ്മദ് നാസിം ചിറക്കുഴി, AM യൂസുഫ് മജസ്റ്റിക് എന്നിവർ ചേർന്ന് ആദര സമർപ്പണം നിർവഹിച്ചു. ഹാഷിം ടുട്ടു, ഷഹബു, ഷാഫി, മെഹബൂബ് തങ്ങൾ, റസാഖ്, അൻവർ, ഷജീർ, സൽമാൻ, ഹബീബ് തങ്ങൾ, സാബിദ്, സോണി, തൊയ്യൂബ്, ഫൈസൽ, ഖലീൽ, നാസർ, ഹർഷാദ്, ഹാസിബ്, ഫയു, ഭാഗു, PTA പ്രസിഡന്റ് ചാന്ദിനി ഷൺമുഖൻ, MPTA പ്രസിഡന്റ് റസിയ ഷൈൻ, PTA മെമ്പർ ഷാനിബ നൌഷിൽ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നമ്മുടെ അധ്യാപകരെ, നമ്മുടെ വിദ്യാർത്ഥികളെ ആ നിലയിൽ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് നേടാൻ കഴിയുന്നത്. അപ്പൊ അത് നേടി നിങ്ങൾക്ക് സ്കൂളുകളിൽ നിന്നും അത്തരത്തിലൊക്കെ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ പ്രോത്സാഹനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ എന്നും എന്താണ് കുട്ടികളെ എനിക്കിത് കിട്ടി, ഇനിയും നമ്മൾക്കത് നേടണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനായിട്ട് ഇല്ലേ. നിങ്ങൾക്ക് ഇന്നൊരു ട്രോഫി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കുക അടുത്ത തവണയും നമ്മളത് നേടണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. അത്തരത്തിൽ നിങ്ങളെ കലാപരമായിട്ടും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഷമീർ അടക്കമുള്ള ഈ തസ്കിയത്ത് കൂട്ടായ്മ ഇന്ന് നിങ്ങളോടൊപ്പം വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് വളർന്നു വരുന്ന വിദ്യാർത്ഥികളിൽ ലഹരി, അതുപോലെ തന്നെ മൊബൈലിലുള്ള നിങ്ങളുടെ കൂടുതൽ സമയമുള്ള സ്പെൻഡ് ചെയ്യുന്ന പരിപാടി കൂടി ഇതിൽ നിന്ന് ഒഴിവാക്കി കൂടുതൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകണമെന്ന് കൂടി അഭ്യർത്ഥിക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇടവേള. കാൽ നൂറ്റാണ്ടായി കേബിൾ TV രംഗത്ത് കേരളക്കരയിൽ നിറസാന്നിധ്യമായ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA 14ാം തൃശൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 8, 9 തീയതികളിൽ ചാലക്കുടിയിൽ. ഫെബ്രുവരി 8 പ്രതിനിധി സമ്മേളനം VA വർഗീസ് നഗർ, ചാലക്കുടി ടൗൺ ഹാൾ. ഫെബ്രുവരി 9 പൊതുസമ്മേളനം TV വിനോദ് കുമാർ നഗർ, ഇൻഡോർ സ്റ്റേഡിയം ഗ്രൗണ്ട്. മന്ത്രിമാർ, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, COA ജില്ലാ സംസ്ഥാന നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിക്കുന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA 14ാം തൃശൂർ ജില്ലാ സമ്മേളനം. പങ്കെടുക്കുക, വിജയിപ്പിക്കുക. COA എന്നും ജനങ്ങൾക്കൊപ്പം. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ?
എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും എന്തോന്നു സ്പർശ. ആഹാ, തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ലഹരി വിരുദ്ധ സന്ദേശം ഭാരതത്തിലുടനീളം പ്രചരിപ്പിക്കുന്നതിനായി എടമുട്ടം പാലപ്പെട്ടി സഹൃദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ അംഗങ്ങളായ ഷെമീറും മിഥുനും ബൈക്കിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്ര ആരംഭിച്ചു. ക്ലബ് മെമ്പർമാരായ ഷെമീർ, മിഥുൻ എന്നിവർ ചേർന്ന് ഇരുചക്രവാഹനത്തിൽ 1 മാസം നീണ്ടു നിൽക്കുന്ന കാശ്മീർ നേപ്പാൾ യാത്രയാണ് ആരംഭിച്ചത്. രാവിലെ എടമുട്ടം പാലപ്പെട്ടി ക്ഷേത്ര മൈതാനിയിൽ നിന്ന് ആരംഭിച്ച യാത്രയ്ക്ക് സഹൃദയ ക്ലബ് അംഗങ്ങൾ ചേർന്ന് യാത്രയയപ്പ് നൽകി. ക്ലബ് പ്രസിഡന്റ് രാകേഷ് യുവ, സെക്രട്ടറി MS ശരത്, ട്രഷറർ രാകേഷ് സദാനന്ദൻ, രക്ഷാധികാരികളായ സുമേഷ് പാനാട്ടിൽ, പ്രതീക്ഷ ശാർക്കര, അഭിലാഷ് തേവർക്കാട്ടിൽ, മനോജ് മാരാത്ത്, പ്രവീൺ മാരാത്ത് എന്നിവർ ആശംസകൾ നേർന്നു. ഭാവ കൊടുങ്ങുകാരൻ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. ക്ലബ് അംഗങ്ങളും പൗരപ്രമുഖരും നാട്ടുകാരും പങ്കെടുത്തു. ഇതുപോലെ ഒരുപാട് ലക്ഷ്യങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള, ഷമീറായിട്ട് സംസാരിച്ചപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. ഇന്ത്യയിലുടനീളം വിവിധ ഗ്രാമങ്ങളിലൂടെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അവിടുത്തെ എല്ലാം ആശയങ്ങൾ ഉൾക്കൊണ്ട് അവിടുത്തെ പുതിയ പുതിയ കാഴ്ചകൾ, അവരുടെ കാഴ്ചപ്പാടുകൾ, ആ ഗ്രാമവാസികളുടെ കാഴ്ചപ്പാടുകളെല്ലാം തന്നെ വിശദമായി കാണുന്നതിനും മനസ്സിലാക്കുന്നതിനും അതിലൂടെ അത് കൃത്യമായി തന്നെ നമുക്കറിയാം ഷമീർ ഒരു വീഡിയോഗ്രാഫറും കൂടിയാണ്. അത് കൃത്യമായി ഷൂട്ട് ചെയ്തുകൊണ്ട് ഇവിടുത്തെ വരുന്ന തലമുറയ്ക്ക് ഇത്തരത്തിലുള്ള യാത്രയുടെ പ്രാധാന്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു, ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു വലിയ മാറ്റം കുറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയായിട്ടാണ് ഷമീറിൻ്റെ ഈ ഇന്ത്യ നേപ്പാൾ യാത്രയെ നമുക്ക് കാണാൻ. തീരദേശത്ത് വ്യാഴാഴ്ച രാവിലെ കോടമഞ്ഞ് പ്രതിഭാസം ദൃശ്യമായി. തൃപ്രയാർ പുഴയിലും ക്ഷേത്ര പരിസര പ്രദേശങ്ങളിലുമാണ് കോടമഞ്ഞ് കാണപ്പെട്ടത്. മഞ്ഞ് മേഘക്കൂട്ടങ്ങൾക്കു സമാനമായി അന്തരീക്ഷത്തിൽ താഴ്ന്നു പരന്നു വ്യാപിച്ച നിലയിലായിരുന്നു. ഊട്ടി, കൊടൈക്കനാൽ പ്രദേശങ്ങളിൽ മലയോര ഭാഗങ്ങളിൽ കണ്ടുവരുന്ന വിധത്തിലുള്ള പ്രതിഭാസം രാവിലെ 8 മണിയോടെയായിരുന്നു കാണപ്പെട്ടത്. 10 മിനിറ്റോളം വളരെ താഴ്ന്ന ഉയരത്തിൽ പരന്നു കിടന്ന മൂടൽമഞ്ഞിന്റെ ദൃശ്യം പകർത്താൻ തൃപ്രയാർ പാലത്തിൽ ഉൾപ്പെടെ നിരവധി പേരാണ് വാഹനങ്ങൾ നിർത്തി മൊബൈൽ ഫോൺ ക്യാമറകളിൽ പകർത്തിയത്. കഴിഞ്ഞ വർഷവും ഇതേ സമയത്ത് സമാന വിധത്തിൽ മൂടൽമഞ്ഞ് പ്രദേശത്ത് കാണപ്പെടുകയുണ്ടായിട്ടുണ്ട്. കോടമഞ്ഞിന്റെ ദൃശ്യമനോഹാരിത നിരവധി പേരാണ് പകർത്തിയെടുത്തത്. ഗ്രാമീണ ഓർബിറ്റ് ചാനലിന് വേണ്ടി തൃപ്രയാറിലെ ക്യാമറമാൻ സതീഷ് കലയിൽ പകർത്തിയ അതീവ ചാതുരയാർന്ന ദൃശ്യഭംഗിയിൽ നിന്ന്.
നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെയും നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ ദേശീയ വിരവിമുക്ത ദിനത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ നിർവഹിച്ചു. നാട്ടിക വെസ്റ്റ് KM UP സ്കൂളിൽ നടത്തിയ ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ TP ഹനീഷ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി. നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അഞ്ജു സുരേന്ദ്രൻ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് VM ജയലക്ഷ്മി, KM UP ഹെഡ് മിസ്ട്രസ് ജിന്നി, ആശാ വർക്കർ നിസി മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലും അംഗനവാടികളിലും നടത്തിയ പ്രോഗ്രാമിൽ 1 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് വിരഗുളിക നൽകിയത്. അതിൽ 1 വയസ്സ് തൊട്ട് 2 വയസ്സിലുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് അര ഗുളികയും ബാക്കി എല്ലാവർക്കും 1 ഗുളികയും കൊടുക്കുന്ന ഒരു പ്രോഗ്രാം. ഇത് കുട്ടികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ മുതിർന്നവരെയൊക്കെ സംബന്ധിച്ച് 6 മാസത്തിലൊരിക്കൽ വിരഗുളിക കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള വിരകളുടെ ശല്യം ഒഴിവാക്കുന്നതോടൊപ്പം തന്നെ ബുദ്ധിശക്തി കൂട്ടുന്നതിനും വിശപ്പില്ലായ്മ മാറ്റുന്നതിനും മറ്റു ക്ഷീണം മാറ്റുന്നതിനൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഗുളികയാണ് ആൽബൻഡസോൾ ഗുളിക എന്നത്. മണലൂർ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം 2023-24 ഇടവിള കൃഷി പദ്ധതി വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ അധ്യക്ഷത വഹിച്ചു. രാകേഷ് കണിയാമ്പറമ്പിൽ, ഷേളി, ജിൻസി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തുടങ്ങിയ വാർഡ് മെമ്പർമാരും കൃഷി ഓഫീസർ ഡോക്ടർ ജാസ്മിൻ തോമസും പങ്കെടുത്തു. ഇഞ്ചി, മഞ്ഞൾ, ചേന, ചേമ്പ് അടങ്ങിയ 750 എണ്ണം കിറ്റാണ് സൗജന്യമായി വിതരണം ചെയ്യുന്നത്. 3,70,75,000 രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. കൃഷി അസിസ്റ്റന്റ് ഹരീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കാഞ്ഞാണി പുത്തൻവേലിക്കര പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ 2 ദിവസങ്ങളിലായി നടത്തിയ തോറ്റം മഹോത്സവം സമാപിച്ചു. ചൊവ്വാഴ്ച രാവിലെ നട തുറക്കൽ, വിശേഷാൽ പൂജകൾക്ക് ശേഷം ദൈവത്തിന്റെ കളം, വീരഭദ്രസ്വാമിയുടെ കളവും ഉച്ചയ്ക്ക് മുത്തപ്പന്റെ രൂപകളവും ഉണ്ടായിരുന്നു. വൈകിട്ട് കുട്ടികളുടെയും കുടുംബാംഗങ്ങളുടെയും നൃത്തനൃത്യങ്ങൾ അരങ്ങേറി. രാത്രി വിഷ്ണുമായ സ്വാമിയുടെ രൂപകളവും ബുധനാഴ്ച പുലർച്ചെയോടെ കനലാട്ടവും നടന്നു. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. നിരവധി ഭക്തർ പങ്കെടുത്തു. എന്തുകൊണ്ട് എന്റെ കാലത്തിൽ വരാഞ്ഞു മാറൻ, എന്തുകൊണ്ട് എന്റെ കാലത്തിൽ വരാഞ്ഞു മാറൻ. താഴത്തെ മല്ലികപ്പൂ മലർക്കാവിൽ നാരസ്യം കൂടാതെ പോയി മാറൻ. രാമനയണ നേരമതയും ലങ്കേശൻ രാവണന്റെ നെഞ്ചിലിടുക്കിയായി വല്ലാതെ മോഹമുണർന്നു മൈഥിലിയെ കട്ടതുകൊണ്ട് എന്തെല്ലാം മുകില് വന്നെന്റെ കൈലാസനാഥ. ദശമുഖനോ മോക്ഷത്തിൻ വലപടി കടന്നയ്യ, കൊയ്തെടുത്തു ശ്രീരാമൻ ബാക്കിയുള്ള ശിരസുകള്. ദശമുഖനോ മോക്ഷത്തിൻ വാതിൽ കടന്നേ അയ്യയ്യ. ഞാനൊരു മഞ്ഞപ്പൂങ്കുറി ചാർത്തോട്ടെ, മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പൂങ്കുറി ചാർത്തോട്ടെ. മനതാരില് വന്നമ്മ ദൂരെ നിന്ന് ചിലമ്പൊലി കേട്ട് അടിയന്റെ കനവാണ്. കളിതുള്ളി കരിങ്കാളി കാവിൽ അമ്മ ദേവി ചിലമ്പാട്ടം, നിലകണ്ഠന്റെ ഓങ്കാര കാളി കാർമൂടി കെട്ടഴുകി മഞ്ഞളാ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേബിൾ TV പ്രസ്ഥാനത്തെ തകർക്കാനാണ് KSEB ശ്രമിക്കുന്നതെന്ന് COA സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ്. വിഷ്ണുവിന്റെ ആത്മഹത്യ, ബാങ്കിനെതിരെ പ്രതിഷേധവുമായി സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനവും.
എടമുട്ടം പാലപ്പെട്ടിയിൽ ലഹരി വിരുദ്ധ സന്ദേശവുമായി ഷമീറും മിഥുനും ബൈക്ക് യാത്ര ആരംഭിച്ചു. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.